ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഫേസ് പാക്കുകളാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് ഒക്കെ വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുള്ളവർ, സ്കിൻ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ ഒത്തിരി ഇട്ടങ്ങ് സ്ക്രബ് ചെയ്യേണ്ട. ഓക്കെ, കാരണം നമ്മൾ ഡെയിലി ഫേസ് പാക്ക് ചെയ്യുമ്പോൾ സ്ക്രബിങ് എഫക്റ്റ് വരണ്ട. ഒന്നെങ്കിലും ഒരു ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫേസ് പാക്ക് ഇട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തേച്ചാൽ മതി. സ്ക്രബിങ് എഫക്റ്റ് വരണ്ട, അതായത് സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് റോസ് വാട്ടറിലിടാം, വെള്ളത്തിലിടാം, അലോവേറ ജെല്ലിലിടാം, തൈരിലിടാം, മോരിനകത്ത് മിക്സ് ചെയ്യാം, പാലിലും മിക്സ് ചെയ്യാം. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക അലോവേറ ജെല്ല്, തൈര്, ഇതിലൊക്കെയാണ് കേട്ടോ. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. വെള്ളത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പം നമ്മൾ അലോവേറ ജെല്ലോ തൈരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുന്ന അതിൻ്റെയും കൂടി ഗുണം നമുക്ക് കിട്ടുകയാണ് അല്ലേ സ്കിന്നിന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ പലപ്പോഴും പേഴ്സണലി നമ്മുടെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് നേരത്തെയൊക്കെ. ലിക്കോറൈസ് പൗഡർ, ഇരട്ടി മധുരം, ഇത് നമ്മുടെ സ്കിൻ കെയറിൽ സ്കിന്നിലും മുടിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര റിസൾട്ട് ഉള്ളതാണ് ഈ ഒരു സാധനത്തിന്. നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ ബയോ ഓർഗാനിക്കിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ല ബ്രാൻഡാണ്. അത് മാത്രമാണ് നല്ല ബ്രാൻഡെന്ന് പറയുന്നില്ല, ഞാൻ സ്ഥിരമായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഗുഡ് വൈബ്സിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ഗുഡ് വൈബ്സിൻ്റെ ഉണ്ട്. അത് പർപ്പിളിലാണ് അവൈലബിൾ. ബയോ ഓർഗാനിക്കിൻ്റെ ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് വാങ്ങിച്ചാലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ കിട്ടും. പക്ഷേ പർപ്പിളിൽ അങ്ങനെ പറ്റത്തില്ല. ഷിപ്പിംഗ് ചാർജ് ഉറപ്പായിട്ട് 59 രൂപയോ അങ്ങനെയൊക്കെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല. ചെറിയ എമൗണ്ടിൻ്റെ ആണെങ്കിലും ഷിപ്പിംഗ് ചാർജുകളൊന്നും ഇല്ലാതെ നമുക്ക് അവൈലബിൾ ആണ് ഈ സാധനം. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് പാക്കറ്റിലായിട്ട് കിട്ടുന്നത് നമുക്കൊരു ടിന്നിൽ അടച്ച് സൂക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിലിൽ വരുന്നതും ഉണ്ട്. പിന്നെ അങ്ങാടി കടകളിലും ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഓൺലൈനിലേക്ക് കഴിഞ്ഞാൽ റേറ്റ് കുറവാണ്. നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയും പോയി വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ്. ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. സ്കിൻ ബ്രൈറ്റനിങ് ഉദ്ദേശിച്ച് നിറം വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ടാൻ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. പാടുകൾ, അതായത് കുരുക്കളൊക്കെ വന്ന പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിന് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ സ്യൂട്ടാകുന്നവർക്ക് വേണമെങ്കിൽ അത് മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്യാറുണ്ട്. ഇത് തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ സ്കിന്നൊന്നും കൂടി ഒരു ബ്രൈറ്റനിങ്, അതായത് മഞ്ഞൾ സ്യൂട്ടാകുന്ന ആൾക്കാർ മാത്രം മഞ്ഞൾ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് തേച്ച് കഴിഞ്ഞിട്ട് ആദ്യമേ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് ശരിക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നതിന് മുമ്പ്, അതായത് ഒരു ഹാഫ് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് അതായത് ഉണങ്ങി ഭയങ്കരമായിട്ട് വലിയുന്ന അവസ്ഥയിലാവുമ്പോഴല്ല കഴുകുന്നത്. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ സ്ക്രബ് വേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. അത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ സ്ക്രബിങ് ഇടയ്ക്കൊക്കെ ചെയ്തേച്ചാൽ മതി. സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ ജസ്റ്റ് അത് വാഷ് ഔട്ട് ചെയ്ത് കളച്ചാൽ മതി. ഇത് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്യൂട്ട് ആകുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ തൈരിനകത്ത് അല്ലെങ്കിൽ അലോവേറ ജെല്ലിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ പാലിൽ മിക്സ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ പാൽപ്പാടയിൽ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് പാൽപ്പാടയിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈ സ്കിന്നിനും കൂടി മാറ്റം ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഈ രീതിയിൽ ഡെയിലി യൂസ് ചെയ്യുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് പോകുമ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനെ കുറിച്ച് ഞാൻ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു 1 മാസത്തിൽ കൂടുതലൊക്കെ ആയി. ഞാൻ UV ഡോക്സിൻ്റെ ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനൊക്കെ തരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ളത്. ഞാൻ എന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ കാരണം സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം ഒരുവിധപ്പെട്ടതൊക്കെ യൂസ് ചെയ്താലും സ്കിന്നിന് ഒരു കരുവാളിപ്പ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തൊക്കെ
എന്തൊക്കെ യൂസ് ചെയ്താലും അതുപോലെ വെയിൽ ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വരും കരുവാളിപ്പുകളൊക്കെ വരും കേട്ടോ. 100% പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല, കുറേയൊക്കെ ചേഞ്ചസ് വരും, ഭയങ്കരമായിട്ട് വെയിൽ ഏൽക്കേണ്ട അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. എന്നിരുന്നാലും നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ എന്നല്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെയാണ്. പിന്നെ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഫേസ് വാഷ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ലിക്വറൈസ് പൗഡർ വെച്ചിട്ട് ഒരു പാക്ക് ഉണ്ടാക്കി അത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് ഒരു ഫേസ് വാഷ് ചെയ്യാനുള്ളൊരു പാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. അത് സ്കിന്നിനുണ്ടായ ആ ഒരു ടാനിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരു ദിവസം ഫുള്ള് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ടാൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു 1 വീക്കെങ്കിലും എടുക്കും. അത്രയ്ക്കാണ് ഇപ്പോഴത്തെ ആ വെയിലിൻ്റെ, ഇപ്പോഴും നല്ല നേരത്തെ കേട്ടോ, ആ ഒരു വെയിലിൻ്റെ കാഠിന്യവും നമുക്ക് കിട്ടുന്ന ഒരു ടാൻ. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഒരു എഫക്റ്റൊക്കെ ഏൽക്കും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കൊക്കെ എടുക്കും. എൻ്റെ സ്കിന്നൊക്കെ ഒരു കരുവാളിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് മാറ്റാനായിട്ട് കേട്ടോ. അപ്പം അതനുസരിച്ചിട്ട് ഞാൻ കൂടുതലും എൻ്റെ ഫേസ് പാക്കുകളെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്നത് തൈരിലും അലോവേറ ജെല്ലിലുമാണ്. അപ്പം എനിക്ക് എൻ്റെ സ്കിൻ അതാണ് ഓക്കെ ആയിട്ടുള്ളത്. പിന്നെ ഓയിലി സ്കിന്നും കൂടി ആയതുകൊണ്ട് എന്നാലും വല്ലപ്പോഴും പാലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പച്ചപ്പാൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണ് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ടും സ്കിന്നിന് ഒരു റിങ്കിൾസൊക്കെ മാറ്റാനായിട്ടൊക്കെ നല്ലതാണ്. നേരം വെളുപ്പിനെ ടൈമിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഇത് സ്കിന്നിന് നമുക്ക് കൊടുക്കാവുന്ന ഫേസ് പാക്കുകളിൽ ഒരെണ്ണമാണ്. അപ്പോൾ ഇനി കൂടുതൽ ടിപ്സുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.